ഈ അടുത്തൊരു പെൺകുട്ടി ഒരു ഡയറി ആയിട്ട് വന്നു. അവൾ ഡയറി എഴുതുന്നതാണ്. അപ്പോൾ അവൾ ഡയറിയിൽ എഴുതിയ ഒരു പേജ്, ആ പേജ് എന്താണെന്ന് വെച്ചാൽ പിന്നെ രക്ഷിതാക്കൾ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജിലും എഴുതിയേക്കുക. അതിൻ്റെ ഒരു സാരാംശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങളുള്ളതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും കൂടി കണക്കിലെടുത്ത് പോകണം അവരെ ഡോക്ടറാക്കണോ എഞ്ചിനീയർ ആക്കണോ തീരുമാനിക്കുന്നതാണ്. എന്നിട്ട് ഈ കുട്ടീനോട് ചോദിക്കണം എന്താ അറിയോ, ഇത് നിങ്ങൾ എഴുതിയ മാതിരി ഒന്ന് എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ, എൻ്റെ ഉപ്പത് കണ്ടോട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ ഉള്ളിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഡോക്ടർ മുയിൻ ഹുദവി, സൈത്തൂൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടിങ് ഡയറക്ടറാണ്. എൻ്റെ കൂടെ അമീർ സാറാണ്. അമീർ സാർ വൈസ് വയനാടുള്ള വൈസ് സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. എജു ക്രോണിക്കിളിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. എജു ക്രോണിക്കിൾ എന്ന ഈ ഒരു ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, സമൂഹം അറിയേണ്ട, സ്കൂളിനെ കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ, അന്വേഷിച്ചെത്തേണ്ട ഒരുപാട് പ്രതിഭകൾ. അപ്പോൾ അവരെക്കുറിച്ച് അവരോട് കൃത്യമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുന്നതിലൂടെ ഒരു സ്കൂൾ എന്തൊക്കെയാണ്, സ്കൂൾ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്ന ബെസ്റ്റ് പ്രാക്ടീസുകൾ, ചലഞ്ചുകൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അമീർ സാറാണ്. ഞാൻ ഹൃദയം കൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻ്റർവ്യൂയിലൂടെ പറയാം. അപ്പോൾ അമീർ സാർ, നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക്, എജു ക്രോണിക്കിളിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചില ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പ്രിപ്പയറായി വന്നിട്ടുണ്ട്. അമീർ സാറിനെ നേരത്തെ തന്നെ അറിയുന്നത് കൊണ്ട് തന്നെ അമീർ സാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അമീർ സാർ സ്വന്തത്തിനൊന്ന് പരിചയപ്പെടുത്തണം. അമീർ സാറിൻ്റെ ഒരു ബ്രീഫ് സ്കെച്ച്, എങ്ങനെയാണ് അമീർ സാറിൻ്റെ വിദ്യാഭ്യാസം, ഈ വൈസ് എന്ന സ്ഥാപനത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്, വൈസ് എന്ന സ്ഥാപനം ചെറിയ രൂപത്തിലൊക്കെ ഒന്ന് പറയാം. എൻ്റെ പേര് മുഹമ്മദ് അമീർ എന്നാണ്. പിന്നെ വീട് മലപ്പുറം ഇരുമ്പുഴി എന്ന് പറയും, മലപ്പുറം മഞ്ചേരിൻ്റെ ഇടയിൽ. പിന്നെ +2 കഴിഞ്ഞ് ഞാൻ BBA MBA ആണ് കഴിഞ്ഞ്, പൂനെയിലായിരുന്നു. MBA കഴിഞ്ഞ് പിന്നെ കുറച്ച് ആ സെക്ടറിലാണ്, ആസാം ക്യാമ്പസ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ആ സെക്ടറിൽ വർക്ക് ചെയ്ത് കുറച്ച് മാസങ്ങൾ. പിന്നെ ഒരു ദഅവ ഫീൽഡിനോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ നിച്ച് ഓഫ് ട്രൂത്തിലെത്തി. അക്ബർ സാഹിബിൻ്റെ അക്ബർക്കാണ് നമ്മളൊരു മെൻറ്റർ. അപ്പോൾ നിച്ച് ഓഫ് ട്രൂത്തിൽ നിൽക്കുന്ന സമയത്താണ് പീസ് സ്കൂളുകളുടെ പ്രൊജക്റ്റിലേക്ക് യാദർശികമായിട്ട് എത്തുന്നത്. അപ്പോൾ പിന്നെ പീസ് സ്കൂളിലായിരുന്നു നമ്മളൊരു 8 വർഷത്തോളം. ഒരു 14 പീസ് സ്കൂളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഹാൻഡ്ലിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു 8 വർഷം, അതൊരു 10 കൊല്ലത്തെ ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു പീസ് സ്കൂളുകൾ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ മാനേജ്മെൻറ്റ്. അപ്പോൾ അതൊരു ഡിസൈൻ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നുള്ളൊരു മോഡലായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് സിസ്റ്റം ഡിസൈൻ ചെയ്യും, 10 കൊല്ലം ഓപ്പറേറ്റ്. നമ്മളതിൻ്റെ ഒരു അക്കാദമിക് സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് 10 കൊല്ലം ഓപ്പറേറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ അതിൽ പോകണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു 14 പീസ് സ്കൂൾ, അതിലിപ്പോഴും ഒരു 12 പീസ് സ്കൂൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഒരു പോസ്റ്റ് കോവിഡ് ആ ഒരു സമയത്താണ് വൈസ് എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറുന്നത്. റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ്, റെസിഡൻഷ്യൽ സ്കൂള്, അത് വയനാട്ടിൽ. അപ്പോൾ അവിടെയാണ് ഒരു 2.5 വർഷമായിട്ട് ഇപ്പോൾ അവിടെ ഉണ്ട്. വൈസിനെ കുറിച്ച് ഒന്നും കൂടി പറയുന്നത് നല്ലതായിരിക്കും, ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടി. വെസ്റ്റേൺ ഗൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ സോഷ്യൽ എക്സലൻസ്. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഈ സൈത്തൂൻ്റെയൊക്കെ ഒരു സെഗ്മെൻറ്റിൽ വെക്കാവുന്ന ഒരു റെസിഡൻഷ്യൽ സ്കൂൾ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ 8 മുതൽ +2 വരെ, ഹൈസ്കൂള്, +2 വാല്യൂ എഡ്യൂക്കേഷനോടൊക്കെ കൂടെ തന്നെ വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഒരു ഹൈസ്കൂളും ഒരു ഹയർ സെക്കൻഡറിയും കൂടി പഠിപ്പിക്കുന്ന ഒരു സെഗ്മെന്റ് ആയിട്ട് ഒരു ക്യാമ്പസ്. ഫുള്ളി പിന്നെ റെസിഡൻഷ്യലാണ്. അതിൽ ഗേൾസിന് ഇപ്പോൾ ലാസ്റ്റ് ഇയറാണ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ബോയ്സ് ഓൺലി ക്യാമ്പസ് ആയിരുന്നു. ഇനീഷ്യലി ബോയ്സ് ഓൺലി ആയിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ളവരാണ്. ഇപ്പോൾ ഞാനും ബേസിക്കലി പഠിപ്പിക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. തുടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും കുട്ടികളെ പഠിപ്പിക്കണം, അതൊരു പാഷനായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ മിത്ത് റിവിസിറ്റഡ് എന്ന് പറഞ്ഞ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിലുണ്ടല്ലോ ഒരു ടെക്നീഷ്യൻ, ആദ്യം നമുക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് സ്ഥാപനം തുടങ്ങിയ ആളുകളാണ്. അപ്പോൾ ഒരു പക്ഷേ സാറും അങ്ങനെ ആയിരിക്കാം. സ്ഥാപനം തുടങ്ങുമ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ പെയിന് മനസ്സിലാവുക.
അപ്പോൾ അതിൽ HR ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ, ഓപ്പറേഷൻ, ഫിനാൻസ്, ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചർ മാനേജ് ചെയ്യേണ്ടി വരും. ഈ രൂപത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട ഒരാളാണ് ഞാൻ. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ, എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമുക്ക് അതൊരു സർവീസ് സെക്ടർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ പാരൻ്റൽ എക്സ്പെക്റ്റേഷനാണ്. എല്ലാവർക്കും ബെസ്റ്റ് എഡ്യൂക്കേഷൻ വേണം, കുട്ടി എല്ലാ രൂപത്തിലും ഹോളിസ്റ്റിക്കായി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് എഡ്യൂക്കേഷനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിപ്പോൾ ഈ പാരൻ്റ് എക്സ്പെക്റ്റേഷൻ്റെ ഒരു പ്രശ്നമല്ല, നമ്മൾ മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സ്കൂൾ എന്നുള്ള ആൾക്ക് നമ്മളൊരു വിഷൻ മുന്നോട്ട് വെക്കേണ്ടി വരും. ആ വിഷൻ എന്നുള്ളത് നമ്മളൊരു ഇത്ര കാലം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ടൈം വിഷന് ശരിക്കും അങ്ങനെ ഒരു ടൈം ലൈനേക്കാളും മിഷനാണല്ലോ പിന്നെയും ടൈം ലൈനൊക്കെ ഒരു ഗോളിനൊക്കെ. ഈ ഒരു വിഷനിലേക്ക് എത്തണം, നമ്മൾ കുട്ടികൾക്ക് തന്നെ കിട്ടും. പക്ഷേ ഈ കുട്ടിനെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പോലെ കാണുന്നത് ഭയങ്കര പ്രശ്നമാണ്. അത് ഇപ്പോൾ ഒരു ഐഫോൺ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ഇട്ട് കൊടുത്താൽ എല്ലാം ഒരേ ഐഫോണായിട്ട് പുറത്തേക്ക് വരും. ഇതങ്ങനെ വരില്ലല്ലോ, ഒരു ജീവനുള്ള സാധനമല്ലേ. അപ്പോൾ ഹ്യൂമൻ ബീങ്സിനെ ഡീൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര ഡിഫിക്കൽട്ട്. അത് കാരണം നമ്മളിപ്പോൾ ഒരു സ്കൂളിലേക്ക് നോക്കിയാൽ അതിൽ കംപ്ലീറ്റ് HR ആണ്. ഒരു ഫാക്ടറിയിൽ നോക്കിയാൽ ഈ HR ബാക്കി പ്രൊഡക്റ്റാണ്, പ്രൊഡക്റ്റിന് ഇവർ ഉണ്ടാക്കുകയാണ്. ഇതിൽ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും ഹ്യൂമൻ ക്യാപിറ്റലാണ്. അപ്പോൾ അതിന് ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഡീൽ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ എല്ലാ സാധനവും എല്ലാവർക്കും കിട്ടൂല എന്നൊരു ബേസിക്, ഒരു നഗ്നമായ സത്യം അത് മനസ്സിലാക്കുക എന്നുള്ള ഒരു പ്രയാസമാണ്. അപ്പോൾ ഈ ബെസ്റ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ശരിക്ക് ഒരു കുട്ടിക്ക് ഫുള്ള് പിന്നെ അക്കാദമിക്സിലി ഫുൾ സ്കോർ കിട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ ഒരു കുട്ടി അവൻ്റെ പാഷനും ടാലൻറ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് തിരിച്ചറിയുക എന്നുള്ളതാണ് അവന് കിട്ടുന്ന ഓരോ കുട്ടിക്കും ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എഡ്യൂക്കേഷൻ. നമുക്ക് കുട്ടികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അവൻ്റെ പാഷൻ കണ്ടെത്തിയ കുട്ടികൾ, രണ്ട് പാഷൻ കണ്ടെത്താത്ത കുട്ടികൾ. അപ്പോൾ ഈ കണ്ടെത്താത്ത കുട്ടികളെ അതിനു വേണ്ടി സഹായിക്കലാണ് അധ്യാപകരും രക്ഷിതാക്കളും. ഇതിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരേ റോളാണ്. പലപ്പോഴും ഇവർ തമ്മിൽ ബ്ലെയിം ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. ഭയങ്കരമായിട്ടുണ്ടാവും. പാരൻസ് പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ സ്കൂളാണെങ്കിൽ പാരൻസ് പറയും കുട്ടി ഫുൾ ടൈം അവിടെ അല്ലേ, 24 hour അവിടെ അല്ലേ, അപ്പോൾ നമ്മളെന്താ ചെയ്യാനെന്നൊക്കെ. ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ വീട്ടിലാണെങ്കിൽ ഇത്രയും ഉണ്ടാവില്ല, പക്ഷേ ക്യാമ്പസിലാകുമ്പോൾ നമ്മളെ ബ്ലെയിം ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ആ ബ്ലെയിം ഗെയിം കൊണ്ട് കാര്യമില്ല. കാരണം ഈ കുട്ടീൻ്റെ കൂടെ നിന്ന് ഇത് കണ്ടെത്താൻ ഒരേപോലെ ബാധ്യസ്ഥരാണ് രക്ഷിതാക്കളും അതേപോലെ തന്നെ അധ്യാപകർ. കാരണം രക്ഷിതാക്കൾക്കാണ് ഇവൻ്റെ ഹിസ്റ്ററി ഫുള്ള് അറിയുക. അപ്പോൾ അത് കണ്ടെത്തി കൊടുക്കുന്നതിലാണ് അത് ആ കുട്ടിക്ക് കിട്ടുന്നതിലും ബെസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. മറ്റേതെന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ, കുട്ടികൾ ഒരുപാട് നമ്മുടെ അടുത്ത് വന്ന് പറയും എനിക്ക് സയൻസ് എടുക്കാൻ ഒരു താല്പര്യം, നീറ്റിനൊരു താല്പര്യമില്ല. പക്ഷേ അങ്ങനെ പറയുന്നുണ്ട്. ഈ അടുത്തൊരു പെൺകുട്ടി ഒരു ഡയറി ആയിട്ട് വന്നു, അവൾ ഡയറി എഴുതുന്നതാണ്. അപ്പോൾ അവൾ ഡയറിയിൽ എഴുതിയ ഒരു പേജ്, ആ പേജ് എന്താണെന്ന് വെച്ചാൽ പിന്നെ രക്ഷിതാക്കൾ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജിലും എഴുതിയേക്കാം. അതിൻ്റെ ഒരു സാരാംശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങളുള്ളതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും കൂടി കണക്കിലെടുത്ത് പോകണം അവരെ ഡോക്ടറാക്കണോ എഞ്ചിനീയർ ആക്കണോ തീരുമാനിക്കുന്നതാണ്. എന്നിട്ട് ഈ കുട്ടീനോട് ചോദിക്കണം എന്താ അറിയോ, ഇത് നിങ്ങൾ എഴുതിയ മാതിരി ഒന്ന് എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ, എൻ്റെ ഉപ്പത് കണ്ടോട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ ഉള്ളിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഈ കുട്ടി ഡോക്ടറാവണം എന്നുള്ളത് അങ്ങനെ തന്നെ കാണണം, പക്ഷേ ഈ കുട്ടിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ടാണല്ലോ അപ്പോൾ നോക്കി ഈ 2025 ജനുവരിയിൽ മാത്രം 23 കുട്ടികളാണ് കോട്ടയിൽ ആത്മഹത്യ ചെയ്തത്. ഇന്ത്യയിൽ എനിക്ക് കൊണ്ട് 1,12,000 മെഡിക്കൽ സീറ്റ് ഉണ്ട്. 1,12,000 ഡോക്ടർമാർ ഒരു കൊല്ലം ഉണ്ടാകണമെങ്കിൽ ഒരു മാസം 23 ആൾ ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റത്തിനൊരു എറർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പക്ഷേ അതിലൊരു എന്താ പറയുക നിവർത്തികേടും ഉണ്ട്. ഇന്ത്യ ആ രൂപത്തിൽ ഇന്ത്യക്ക് എങ്ങനെ സിസ്റ്റം ഡെവലപ്പ് ആകാൻ കഴിയുന്നുള്ളത് ഭയങ്കര ആശങ്കാജനകമാണ്. പിന്നെ എഡ്യൂക്കേഷന് സംഭവം എന്ത് പറഞ്ഞാൽ ഇപ്പോൾ ആളുകളൊക്കെ സ്കൂളിനെ ബ്ലെയിം ചെയ്യുമല്ലോ, സ്കൂളുകൾ ഇങ്ങനെ മാറണം, സ്കൂളിനൊന്നും ചെയ്യാനില്ല. പിന്നെ സിസ്റ്റം വൈസ് ഈ രൂപത്തിൽ അപ്പോൾ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയും. എവിടെയാണ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അസസ് ചെയ്യുന്നത് മുഴുവൻ ഏറ്റവും വലിയ തടസ്സം ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു പരിമിതി എന്നുള്ളത് എൻഡ് ഓഫ് ദ ഡേ അവിടെ ഒരു എക്സാം.
ഈ എക്സാം ആണെങ്കിൽ ബുക്ക് ഇഷ്യൂ ആണ്. ഒന്ന് എക്സാം 2 ടെക്സ്റ്റ്. അതായത് നമ്മളൊരു സോളാർ സിസ്റ്റം അല്ലേ, സൂര്യനെ ചുറ്റിയിട്ടാണല്ലോ. തീർച്ചയായിട്ടും എക്സാമിനെ ചുറ്റി ഈ എക്സാം ഫെയിൽ ആവുന്നതോട് കൂടി സ്കൂളുകളുടെ നിലനിൽപ്പ് പ്രശ്നത്തിലാവും. സ്കൂളുകൾ മാത്രമല്ല, ഗവൺമെന്റ് പോലും അളക്കുന്നത് പോലും. അതെ തീർച്ചയായിട്ടും. NCF-ല് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഒക്കെ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ശരിക്കും അത് വായിക്കാതെ ഒരു ടീച്ചർ നമ്മളൊക്കെ അത് ആ രൂപത്തിൽ തന്നെ അതിന്റെ വർക്ക്ഷോപ്പുകൾ അറേഞ്ച് ചെയ്യുന്നത്. അത്രയും നമ്മളത് പ്രിന്റ് ഔട്ട് എടുത്ത് ടീച്ചേഴ്സിന് കൊടുക്കും. പക്ഷെ അതിൽ ഈ പറയുന്ന കോൺസെപ്റ്റ്സുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ സമയത്ത് ഈ അസസ്മെന്റ് ഇപ്പോൾ ഫോർമാറ്റീവ് അസസ്മെന്റ്സ് ഒക്കെ വേറെ രൂപത്തിൽ പറയുന്നുണ്ടെങ്കിലും സമ്മേറ്റീവിൽ വരുമ്പോൾ പിന്നെ ഇത് തന്നെയാണ്. അപ്പോൾ സിസ്റ്റം വൈസ് ഒരു മുകളിൽ നിന്ന് ടോപ്പ് ഡൗൺ സ്ട്രക്ചർ മാറാത്ത കാലത്തോളം സ്കൂൾസിനൊക്കെ ഇതിൽ ഭയങ്കര പരിമിതികളാണ്. പിന്നെയും കുറച്ചെങ്കിലും ചെയ്യാൻ കഴിയുക ഇങ്ങനത്തെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെറിയ രൂപത്തിൽ റെസിഡൻഷ്യലൊക്കെ ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നും റെസിഡൻഷ്യൽ സ്കൂളുകൾക്കൊക്കെ ഒരു പരിധി വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. NCF-ന്റെ തുടക്കത്തിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട്, നിങ്ങൾ ഒരിക്കലും കുട്ടി പാസ് ഓർ ഫെയിൽ എന്ന് ജഡ്ജ്മെന്റ് ചെയ്യരുത് എന്ന്. ഇന്നും നമ്മൾ പക്ഷെ എന്ത് പറയും, കാരണം FS-ൽ 2ാം ക്ലാസ് വരെ എക്സാം വേണ്ട HPC ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് നടപ്പിലാക്കണം എന്നുള്ളതാണ്. നമ്മളൊക്കെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഡൊമൈൻസ്, വ്യത്യസ്ത ഡൊമൈൻസ് അളക്കണം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ റെസിഡൻഷ്യൽ സ്കൂളാവുന്ന സമയത്ത് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് അവരെ സ്വാധീനിക്കാനും കഴിയും. ഞാൻ ഇന്നാൾ നമ്മൾ മീറ്റിംഗ് കൂടിയ സമയത്തൊക്കെ അമീർക്കൊരു കാര്യം പറയാറുണ്ട്. ഞാൻ സാറെന്നൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അമീർക്ക് ഇഷ്ടമല്ല എന്നെ സാറെന്ന് വിളിക്കലെന്ന് പറയും. നമ്മളാണെങ്കിൽ ഇവിടെ അതൊരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ എല്ലാവരെയും സാറെന്ന് വിളിക്കുന്നൊരു സിസ്റ്റമാണ്. പക്ഷെ കുട്ടികൾ വയസ്സിൽ എനിക്ക് തോന്നുന്നത് അമീർ ഖാൻ എന്നാണ് വിളിക്കാമെന്ന് തോന്നുന്നില്ലേ. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പിനെ അമീർ സാർ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും പവർ ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. പിന്നെ നമ്മളവിടെ വടി ഉപയോഗിക്കാൻ അനുവദിക്കാറില്ല. ഈവൺ ചെറിയൊരു പവർ ഉണ്ടാവില്ലേ, അതൊരു സ്നേഹത്തിന്റെ പവറാ. കണക്റ്റഡ് ആണെങ്കിലും ഓക്കെ. ഈ പവർ ഉപയോഗിക്കുന്ന ആള് തന്നെ ഈ ആരുടെ മേലാണ് ഉപയോഗിക്കുന്നത് അയാളുമായി എത്രത്തോളം കണക്ഷൻ, മാനസികമായി കണക്റ്റഡ്, അതിനനുസരിച്ച് പിന്നെ അത് പിന്നെ ഉപകാരപ്പെടും. അതല്ലെങ്കിൽ കുട്ടികൾ റിബലാവുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം കുട്ടികളോട് പിന്നെ ആ രൂപത്തിൽ അങ്ങനെയല്ല അവരേറ്റ് പിന്നെ അത്രയും അടുത്ത് നിന്നിട്ടാണ് പിന്നെ സംസാരിച്ച് തന്നെയാണ്. പക്ഷെ നമുക്ക് ആകെ ചിലപ്പോൾ ഒരു കുട്ടിനെ 2 കൊല്ലമൊക്കെ കിട്ടുള്ളൂ, ഒരു +1 +2. അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഇവൻ നമുക്ക് ഈ രൂപത്തിൽ റെഡിയാക്കാൻ പറ്റും, സിലബസ് ബർഡനും എല്ലാം അതിൻ്റെ ഇടയിലാണ്. ഏതൊരു സാധനവും കുട്ടിയുമായുള്ള അടുപ്പത്തിലൂടെ സ്നേഹത്തിലൂടെ മാറ്റാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ചില സമയത്തൊക്കെ ആളുകൾ ഇപ്പോൾ 2 വർഷം ഒരു വലിയ സമയമുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്കങ്ങനെ തോന്നൂലല്ലേ, നമ്മൾ നടത്തുമ്പോൾ എത്ര പെട്ടെന്നാണ് മൂവ് ചെയ്യുന്നത് നമുക്കും തോന്നാറുണ്ട്. അക്കാദമിക് ബേർഡൻ ഭയങ്കര ഹൈ അല്ലേ കുട്ടിൻ്റെ മേലെ, പ്രത്യേകിച്ച് സയൻസിലെ കുട്ടികൾക്ക് ഒന്നിനും സമയമില്ല. നമുക്കൊന്ന് എക്സ്ട്രാ പ്ലാൻ ചെയ്യാനൊക്കെ വളരെ ലിമിറ്റേഷൻസ് ആണ്. ശരി തന്നെയാണത്. പിന്നെ വയസ്സിൽ ഇപ്പോൾ റെസിഡൻഷ്യൽ സ്കൂളാകുമ്പോൾ ഏതൊരു ക്യാമ്പസിനും ഒരുപാട് ബെസ്റ്റ് പ്രാക്ടീസുകൾ ഉണ്ടാവും. അതുപോലെ ഒരു സ്ഥാപനം നടത്തുക എന്ന രൂപത്തിൽ നമുക്ക് ഒരുപാട് ചലഞ്ചസും ഉണ്ടാവും. ഇതൊരു പക്ഷേ നമ്മളെ കേൾക്കുന്ന ഒരുപാട് എഡ്യൂക്കേഷനിസ്റ്റുകളുണ്ടാവും, സ്കൂൾ ലീഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ഓരോരുത്തരോടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വയസ്സിലുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്, നിങ്ങൾ കാണുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ബെസ്റ്റ് പ്രാക്ടീസിൽ ഇപ്പോൾ ഒന്ന് നമ്മൾ ചെയ്യണ പ്രധാനപ്പെട്ട ഒന്ന് കരിയർ മാപ്പിംഗ് അത് കറക്റ്റായിട്ട് ചെയ്യലുണ്ട്. അത് ഇപ്പോൾ അത് ഒരു ഷീറ്റായിട്ട് തന്നെ +2 കുട്ടികൾക്ക് നമ്മൾ എടുത്ത് കൊടുക്കും. അപ്പോൾ അതൊരു കൃത്യമായിട്ടൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ നടത്തിയിട്ട് ടെസ്റ്റിൻ്റെ അപ്പുറത്ത് നമ്മൾ ഒരു 1, 2, 3 കൗൺസിലിംഗ്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് സിറ്റിംഗ് ഒക്കെ നടത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് ടൈമിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ ചെയ്യും. അപ്പോൾ അത് ഈ കുട്ടീൻ്റെ ഫയലിൽ ഉണ്ടാവും. പിന്നെ ഈ കുട്ടിയെ ക്യാമ്പസിൽ നിന്ന് വിഷയങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ കുട്ടീൻ്റെ ഇൻട്രസ്റ്റിലും ഇതിലൊക്കെ മാറ്റം ഉണ്ടാവും. പിന്നെ ഈ കുട്ടീൻ്റെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ചെയ്തിട്ട് പിന്നെ ഇവൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, ഇവന് താല്പര്യമുള്ള കോഴ്സുകൾ, അതിന് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണ്, ബെസ്റ്റ് കോഴ്സുകൾ ഏതാണ്, ആ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെ, അതിൻ്റെ എൻട്രൻസ് എങ്ങനെ, ഇങ്ങനെ എല്ലാം ലിസ്റ്റ് ചെയ്ത് ഒരു ഷീറ്റാക്കിയിട്ട് ഇവർക്ക് കൊടുക്കും.
അപ്പോൾ അതിപ്പോൾ ഈ പ്രാവശ്യത്തൊക്കെ ഇപ്പോൾ ഏകദേശം കൊടുത്തു കുട്ടികളത്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് മൂവ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതിൽ ഫർദർ ഡിസ്കഷൻസ് വേണമെങ്കിൽ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ശരിക്കും 9ാം ക്ലാസ് വരെ പഠിച്ച് 10ാം ക്ലാസ് എന്നുള്ളത് ശരിക്കും അതും ഒരു എൻട്രൻസ് എക്സാമാണ്. +2 അങ്ങനെയാണല്ലോ അത് വരുന്നത്. +2 എന്നുള്ളത് ശരിക്കും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ. അപ്പോൾ അതിൽ ഈ മാർക്ക് പരമാവധി സ്കോർ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടേണ്ടത് ഞാൻ മനസ്സിലാക്കുന്ന സ്കോളർഷിപ്പ് കിട്ടാനാണ്. ഇവരുടെ ഈ മാർക്കുകൾ ഇപ്പോൾ ഖത്തർ യൂണിവേഴ്സിറ്റിക്കാണ് 95% വേണം, ഇപ്പോൾ UAE കാസ്മിയൊക്കെ ആണെങ്കിൽ 85% വേണം. അപ്പോൾ അതിനാണ് ഈ സ്കോറ് മാക്സിമം ഉപകാരപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവരെ മാക്സിമം ഇങ്ങനെ ഇവരുടെ ഒരു യൂണിവേഴ്സിറ്റി പിന്നെ കോഴ്സുകൾ ഇതൊരു 4-5 ഓപ്ഷൻ ഇട്ടിട്ട് നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് പാരൻസിനും കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഇപ്പോഴേ എന്ത് ചെയ്യാം, അങ്ങനത്തേന് അപ്ലൈ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഇതാക്കാം. എന്നാലും കുറച്ച് കുട്ടികൾക്ക് എന്നാലും അത് കൺഫ്യൂഷൻസ് ഉണ്ടാവും, അങ്ങോട്ട് പോകണോ എന്നൊക്കെ ഉള്ള ഒരു ഇത്. എന്നാലും ഒരുവിധ ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഉപകാരപ്പെടുന്നതാണ് കരിയർ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കരിയർ മാപ്പിംഗ് ചെയ്തിട്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഈ എക്സ്പോഷറാണ്. ഇപ്പോൾ ഓൺട്രപ്രനറിൽ എക്സ്പോഷർ ഇപ്പോൾ നമ്മൾ പിച്ചിങ് ഒക്കെ നടത്തിയിട്ട് പിന്നെ കൊമേഴ്സിന് മെയിനായിട്ട് പിച്ചിങ് നടത്തിയ പോലെ നല്ല ഐഡിയാസ് കൊടുത്തു. അപ്പോൾ നമ്മൾ അതിൽ ഹൈസ്കൂളിനും പങ്കെടുപ്പിച്ചിരുന്നു. പക്ഷെ പിച്ചിങ്ങിൽ ഫസ്റ്റ് കിട്ടിയത് 9th ഗ്രേഡിനാണ്. 9th ഗ്രേഡിൻ്റെ അടിപൊളി ഒരു സാധനമായിരുന്നു. അപ്പോൾ അത് നമ്മൾ പിന്നെ ഈ നമ്മൾ ഓൺട്രപ്രനേഴ്സ് അപ്പോൾ ഓൺട്രപ്രനേഴ്സ് വിസിറ്റ് ചെയ്യുമല്ലോ കുട്ടികളെ ഇൻട്രാക്ട് ചെയ്യാൻ ഇടയ്ക്കൊക്കെ. അപ്പോൾ അതിൽ UAE എന്നുള്ളൊരു ഓൺട്രപ്രനർ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾ അയാളെടുത്തത് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അയാൾക്കും അത് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാൻ അയാൾ ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവരിപ്പോൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെയുള്ളൊരു സപ്പോർട്ട്. കാരണം ഈ എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആ കുട്ടി ഇപ്പോൾ അവിടെ നിന്ന് പോയി, 10th കഴിഞ്ഞ് പോയി. ഈ കുട്ടി ക്ലാസ്സിലിരിക്കാൻ തീരെ ഇഷ്ടമല്ല. നമ്മൾ പറയുമല്ലോ ഈ ഗിഫ്റ്റഡ് ക്ലാസ്സിലിരുന്ന് എപ്പോഴും ബോറായിരിക്കും. നമ്മളെ ഈ പിന്നെ ഫ്ലോ ഉണ്ട്, ആ ഒരു കോമൺ ആവറേജിന്റെ മുകളിലായതുകൊണ്ട് തന്നെ അവനൊരു ന്യൂസൻസ്. സാധാരണ ഈ പിന്നെ നമ്മളെ സ്കില്ലും ചലഞ്ചും മാച്ചായി വരണം എന്ന് പറയാം. മറ്റേ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, പേര് പറയാൻ കുറച്ച് പണിയാണ്, മിഹാലി ചിസിമിഹാലി എന്നാണ് ഫ്ലോ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഭയങ്കര അടിപൊളി ബുക്കാണ്. ഈ ഫ്ലോയിൽ പറയണത് എന്താ വെച്ചാൽ നമ്മളെ സ്കില്ലിനോട് മാച്ച് ചെയ്ത് ചലഞ്ച് വരണം. ഇപ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു കുട്ടീൻ്റെ സ്കില്ലിൻ്റെ ഒരുപാട് താഴെയാണ് അവന് കിട്ടുന്ന ചലഞ്ച് എന്നുണ്ടെങ്കിൽ എപ്പോഴും ബോറിങ് സോണിലായിരിക്കും. ഒരുപാട് മേലെയാണ് ചലഞ്ച് എന്നുണ്ടെങ്കിൽ ഈ കുട്ടി എപ്പോഴും ആങ്സൈറ്റിയിലും ആയിരിക്കും. പക്ഷെ ഇത് കിട്ടുന്ന കുറച്ചാളെ ആ ഫ്ലോയിൽ പോവുള്ളൂ. ഇതേ കോൺസെപ്റ്റ് ഈ ആൻറ്റി ഫ്രജൈൽ എന്നൊരു ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മളെ കോച്ച് പറഞ്ഞു തന്നൊരു ബുക്കാണ്. ഈ ആൻറ്റി ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ അതാണ്, കുട്ടികൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് താങ്ങാവുന്ന രൂപത്തിലുള്ള സ്ട്രെസ് ഇങ്ങനെ കൊടുത്ത് ഹൈപ്പ് ചെയ്ത് സ്കെഫോൾഡ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ആൻറ്റി ഫ്രജൈലായി മാറണം അവരെന്നാണ് ടോട്ടൽ കോൺസെപ്റ്റ്. അപ്പോൾ ഇവന് ക്ലാസ്സിലൊന്നും കയറില്ല, പക്ഷേ ഇപ്പോൾ ഒരുപാട് പുസ്തകം വായിക്കും. അപ്പോൾ ഇവന് ഈ സ്കൂളിൽ ഈ ശാസ്ത്രമേളൻ്റെ പ്രൊജക്റ്റ് വന്നപ്പോൾ ഇവന് ഈ ടെക്നിക്കൽ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവന് റോബോട്ടിന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഇവന് ഒരു ലിസ്റ്റ് ചെയ്ത് തന്നെ ഈ അർഡിനോൻ്റെ സെൻസർ കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏകദേശം ഒരു 18,000 റുപ്യേൻ്റെ സാധനങ്ങൾ ഇത് ഫുള്ള് ഇവന് വാങ്ങിക്കൊടുത്തു. ഇവൻ്റെ 2 ഫ്രണ്ട്സിനെ വിളിച്ച് ഒരു ലാപ്ടോപ്പും കൊടുത്ത് ഇവന് റൂമിലിരുന്നിട്ട് ഇവന് ഫുഡ് വേണ്ട, ഉറക്കൽ. ഇവൻ രാത്രി 11-11:30 വരെ അവിടെ ഇരിക്കും. ക്ലാസ്സിൽ നമ്മളൊരു എക്സംഷൻ കൊടുത്ത് എന്നിട്ട് റോബോട്ടിന് ഉണ്ടാക്കണം, പക്ഷേ പുറത്തുനിന്നൊരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഒരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റിയ ആ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ടേസ്റ്റിനൊക്കെ റെസ്പെക്ട് ചെയ്ത് പക്ഷേ ഇതൊക്കെ നമുക്കൊരു എക്സെപ്ഷണൽ കേസ് പറ്റുള്ളൂ. ശരിക്കും എല്ലാവർക്കും ഇങ്ങനെ ഒരു സാധനമാണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാം അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കൊമേഴ്സുകാരെ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ വിസിറ്റ് ചെയ്യിക്കും കൊച്ചിയിൽ. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഐഡിയാസ് കണക്ട് ചെയ്യാനും നല്ല ഉപകാരപ്പെടും. പിന്നെ IIM വിസിറ്റ് ചെയ്യിച്ചിട്ട് സയൻസ് നമ്മളും പോവാറുണ്ട്. കുട്ടികളൊക്കെ നല്ല ഒക്കെ കാണുമ്പോഴത് അവർക്കുള്ളൊരു ഇത് വരുമല്ലോ. ഉറുദുല് സുനീതിനി ദീദിനി എന്ന് പറയും. നമ്മളെത്ര പറഞ്ഞിട്ട് കാര്യമില്ല, കാണുമ്പോൾ അത് വേറെ തന്നെയാണ്.
സയൻസുകാരെ നമ്മൾ ഇപ്പോൾ പിന്നെ നമ്മളൊരു ടെസ്റ്റ് നടത്തിയിട്ട് എയറോസ്പേസിൽ താല്പര്യമുള്ള കുട്ടികൾ ഒരു 10 പേര് സെലക്ട് ചെയ്തിട്ട് ISROയിൽ കൊണ്ടുപോയി 2 ദിവസം മെയിൽ അയച്ചിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തു. പിന്നെ നമ്പർ തന്നപ്പോൾ അവരൊരു 4 സ്ഥാപനം ഉണ്ട് അവിടെ. അപ്പോൾ മറ്റേ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, പിന്നെ IIST, അങ്ങനെ 4 സെൻറ്ററിൽ വാഗമണിൽ മറ്റേ ക്ലൈമറ്റ് ഒബ്സർവേറ്ററി ഇവിടെയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഉള്ള പിന്നെ ഫാക്കൽറ്റീസ് ഇന്ററാക്ട് ചെയ്യാൻ, അവിടെ PhD ചെയ്യുന്ന കുട്ടികളെ കാണാൻ. എത്ര കുട്ടികൾക്ക് പോകാൻ പറ്റും? 10 കുട്ടികൾക്ക് പറ്റുള്ള ഒരു സ്ലോട്ടിൽ? ഒരു സ്ലോട്ട് 12-15 പേരൊക്കെയാണ്. നമുക്ക് പിന്നെ ഓൺലൈനിലും ബുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം 12 പേർക്ക് പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ അല്ലേ? ഒരു ബാച്ച്. നമ്മളെന്താ ചെയ്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ആസ്ട്രോഫിസിക്സിലും എക്സാം നടത്തിയിട്ട് സ്പെസിഫിക്കലി പാഷൻ ഓറിയന്റഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ നമ്മൾ ഹ്യൂമാനിറ്റീസുകാരെ നമ്മൾ നിയമസഭയിൽ കൊണ്ടുപോയി സഭ ലൈവായിട്ട് നമ്മളും ആ ഒരു പ്രാക്ടിക്കം പോലെ അവിടെ കൊണ്ടുപോകാറുണ്ട്. അത് കാണുമ്പോൾ, കാരണം ഹ്യൂമാനിറ്റീസിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് അത് കണക്റ്റഡ് ആണ്. പിന്നെ ഹൈക്കോടതി, പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഹൈക്കോടതിയൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൺ ഹൈക്കോടതി പോയപ്പോൾ കോർട്ടിൻ്റെ ഉള്ളിൽ കാണാൻ കയറിയപ്പോൾ ജഡ്ജി കോടതിയുടെ പ്രൊസീജിയർ നിർത്തി വെച്ചിട്ട് നമ്മളെ കുട്ടികളെ വിളിച്ചു. എന്നിട്ട് കുട്ടികളായിട്ട് കുറച്ച് നേരം സംസാരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്ക് ആ പ്രായത്തിൽ നമ്മൾ കാണുമ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മാക്സിമം ചെയ്യണത്. പിന്നെ മോറൽ എഡ്യൂക്കേഷൻ നമ്മൾ പരമാവധി കുട്ടികളെ കൊണ്ട് തന്നെ പരമാവധി ചെയ്യിക്കുമ്പോൾ കുത്തുബ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്യൂർലി കുട്ടികൾ തന്നെ പറയും. കുട്ടികളെ കൊണ്ട് തന്നെ അങ്ങനെ ട്രെയിൻ ചെയ്യും. നാട്ടിലൊന്നും ഒരിക്കലും അതിനൊരു ചാൻസ് ഇല്ലല്ലോ. നമ്മളിവിടെയും മാഷറൽ മുസ്ലിമീനൊക്കെ വിളിക്കല് +2 കാരാണ്. അപ്പോൾ നാട്ടിൽ ഒരിക്കലും അതിനുള്ളൊരു ഗ്യാപ്പില്ലല്ലോ. പക്ഷെ ഇവിടെ 1000 കുട്ടികൾക്ക് മുന്നിലാണ് അവർ മാഷറൽ മുസ്ലിമീനെ വിളിക്കുന്നത്. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസും ഭയങ്കരമാണ്. ഇപ്പൊ നമ്മളവിടെ സ്കൂളിൽ പറഞ്ഞിട്ട് നാട്ടില് കുത്തുബ പറയാൻ പോണ കുട്ടികളുണ്ട്. അവരെ നാട്ടില് ആരെങ്കിലും എന്തെങ്കിലും ഒരു കത്തീബില്ലാത്ത പ്രശ്നം വന്നാല് പറയുന്ന വരെ അവസ്ഥ ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനത്തെ കുറച്ച് അങ്ങനെ 1-2 തവണ അവർ വരുന്നതോട് കൂടി സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി നന്നാവേണ്ടി വരും. ഒരു സോഷ്യൽ പ്രഷർ വരും. രൂപത്തിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കേണ്ടി വരും. ഞാൻ ശരിക്കും ഒരു റിലീജിയസ് ഓറിയന്റേഷൻ അപ്പിയറൻസിലേക്ക് കൊണ്ടുവരുന്നത് നാട്ടിൽ ഖുത്ബ ഓതിയതിന് ശേഷമാണ്. അതൊരു സോഷ്യൽ പ്രഷർ നമ്മളറിയാതെ നമുക്ക് വരും. വേറെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും. പിന്നെ അമീർ സാറിനെ നമ്മൾ RSI മീറ്റിങ്ങിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് അമീർ സാർ ഒരുപാട് സ്കൂൾസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ നമുക്കതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. പക്ഷെ ഇൻഷാ അല്ലാഹ് പോകണം ഒരു സമയം. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് സ്കൂൾസ്, നിങ്ങൾ കണ്ട ബെസ്റ്റ് സ്കൂൾസ്, അവിടുത്തെ പ്രാക്ടീസുകൾ, ഇതൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അമീർ സാർ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. നമ്മൾ ഈ എഡ്യൂക്കേഷനിലുള്ള താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ, അതായത് പിന്നെ നമ്മളൊരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയ എക്സാമാണല്ലോ. ഈ എക്സാമിൽ തട്ടിത്തടഞ്ഞാണ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിന് വെയിറ്റേജ് കുറച്ചുകൊണ്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് പൊതുവേ ഞാൻ നോക്കാറുള്ളത്. അപ്പോൾ അതിലിപ്പോൾ ഇന്ത്യയിൽ ബെസ്റ്റ് റെസിഡൻഷ്യൽ സ്കൂളായിട്ട് എണ്ണുന്ന സാധനങ്ങളാണ് പിന്നെ സ്കൂളുകളാണ്. ഒന്ന് ഋഷി വാലി, പിന്നെ മടനപ്പള്ളി എന്ന് പറയും, ആന്ധ്ര കർണാടക ബോർഡറിലാണ്. പിന്നെ ഡൂൺ സ്കൂള്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഋഷി വാലിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാൽ തന്നെ ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ, ഒരു വളരെ പഴയ ക്യാമ്പസാണ്, ഏക്കർ കണക്കിന് സ്ഥലത്തുള്ള. നമുക്ക് അവിടെ പോയാൽ എനിക്കൊണ്ട് സ്റ്റേ കിട്ടുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 4 ദിവസം സ്റ്റേ, ആശ്രമം സെറ്റപ്പിലാണ്. അങ്ങനെ ഒരു ഭയങ്കര കാംനെസ് അവിടെ ഉണ്ട്. പിന്നെ അവിടുത്തെ ഒരു അസംബ്ലിയാണ് എനിക്ക് ഭയങ്കര കാരണം എന്താ വെച്ചാൽ നമ്മളെ അസംബ്ലി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഈ സ്റ്റാൻഡേർഡ് അറ്റൻഷൻ, ഇതൊന്നുമില്ല. കുട്ടികളെല്ലാവരും ഈവൻ ലൈനായിട്ട് നടക്കണമെന്ന് പോലും ഇല്ല. അപ്പോൾ അതിങ്ങനെ കുട്ടികളിങ്ങനെ വരുന്നു, വലിയ ഹാള്, അവിടെ എല്ലാവരും ഇരിക്കുന്നു, ഇഷ്ടമുള്ള പോലെ ഇരിക്കുന്നു. അപ്പോൾ പ്രസൻറ്റ് ചെയ്യേണ്ട കുട്ടി വന്നിട്ട് പ്രാർത്ഥന ഉണ്ട്, പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു കുട്ടി എന്തെങ്കിലും ഒന്ന് പ്രസൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു ട്രാവലോഗായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആ 1-2 കുട്ടികളെ ഷെയറിങ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ശരിക്കും എന്തിനാ, അപ്പോൾ വളരെ ഒതൻറ്റിക്കാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഒറിജിനലാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡൂൺ സ്കൂളിൽ, പിന്നെ ഡൂൺ സ്കൂൾ പിന്നെ അറിയാലോ ഇന്ത്യയിലെ നമ്പർ 1 സ്കൂളാണ്. അപ്പോൾ അവർ പോലും ഗ്രൗണ്ട് തന്നെ 8 ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും കളിക്കണം എന്നാണ് അവരെ ഇത്. 100% കുട്ടികൾ സ്പോർട്സിൽ എൻഗേജ് ആയിരിക്കണം എന്നുള്ളത്. കാരണം അവർ അക്കാദമിക്സിന് കൊടുക്കുന്ന വെയിറ്റ് 20, അവർ 5 ഏരിയകളിലാണ് അവർ ഇതെടുത്തത്. സ്പോർട്സിൽ 20%, അക്കാദമിക്സ് 20%, അങ്ങനെ ഒരു 5 ഡൊമൈനിലാണ് അവരെ കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അക്കാദമിക്സിന് 20% വെയിറ്റേജേ ഉള്ളൂ.
അപ്പോൾ പക്ഷെ അവർ മറ്റ് സ്കൂളുകളിൽ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഹൈ ലെവൽ സ്കൂളുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കൊടൈക്കനാൽ ഇൻ്റർനാഷണൽ സ്കൂൾ ഞാൻ പോയിട്ടുണ്ട്. ഒരു പ്രീമിയം ഹൈ ലെവൽ സ്കൂളാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഇന്ത്യൻ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന സ്കൂളാണ് ഡൂൺ സ്കൂൾ എന്നുള്ളത്. ബോയ്സ് ഓൺലി ക്യാമ്പസാണ്. പിന്നെ അവരെല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവരും കുട്ടികളെ ഡീൽ ചെയ്യുന്നത് ഭയങ്കര സൈക്കോളജിക്കലായിട്ടാണ്. ഇപ്പം നേരം വൈകി വരുന്ന കുട്ടികൾ, പിന്നെ ലാപ്പൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ കാണിച്ചിരുന്ന ആളുണ്ടല്ലോ. ഇപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാറന്നെ പറയണ്ടേ ഇവൻ ചിലപ്പോൾ സിനിമ കാണുമായിരിക്കും, പക്ഷെ നമ്മൾ അവൻ്റെ പ്രൈവസിയിൽ എന്ത് ചെയ്യൂല, ഇടപെടൂല. പക്ഷെ അൾട്ടിമേറ്റ്ലി അവൻ ആ സമയം എത്തുമ്പോൾ അവൻ്റെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടെ എത്തുമ്പോൾ അവൻ്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ അവന് അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ ഒരു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമൊക്കെയാണ്. പിന്നെ നമുക്ക് ഭയങ്കര വേറൊന്ന് ലഡാക്കിൽ സ്കൂളുണ്ട്, സെക്മോള്. നമ്മളെ 3 Idiots'ൽ ലാസ്റ്റ് കാണിക്കുന്ന ഏകദേശം അതിൻ്റെ ഒരു സാധനമാണ് സോണം വാങ്ചുക് എന്ന് പറഞ്ഞാൽ. അവിടെ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻറ്റ് ഒരു സാധനം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന എലമെൻറ്റ്സ് ഒന്നും അവിടെ ഇല്ല. അതായത് ക്ലാസ് റൂമില്ല, യൂണിഫോം ഇല്ല, ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ബെല്ലില്ല, ഒരു സംഗതി ഇല്ല. പക്ഷേ ആ എൻ്റയർ ക്യാമ്പസ് ഗവേൺ ചെയ്യുന്നത് സ്റ്റുഡൻസാണ്. അവിടുത്തെ കരിക്കുലം പോലും ഡിസൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏറ്റവും രസം എന്ന് വെച്ചാൽ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ലഡാക്കിലെ ഏതെങ്കിലും പബ്ലിക് സ്കൂളിൽ 10ാം ക്ലാസ് തോറ്റാലേ അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. 10ാം ക്ലാസ് ജയിച്ച് വന്നാലും അവൻ വെയിറ്റ് ലിസ്റ്റിലായിരിക്കും. കാരണം തോറ്റ കുട്ടികൾ ഫില്ലാകുന്നില്ലെങ്കിൽ ജയിച്ച കുട്ടീനെ എടുക്കുകയുള്ളൂ. ഈവൻ അത് എത്ര വേൾഡ് വൈഡ് ലെവലിൽ തന്നെ പിന്നെ ഇത് ചെയ്തപ്പെട്ട സ്കൂള്. കാരണം അവിടെ പിന്നെ നമുക്ക് വോളണ്ടിയറായിട്ട് ടീച്ചർ പ്രാക്ടീസ് ചെയ്യാം. വോളണ്ടിയർ അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഞാനവിടെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നുണ്ടോ? അവർ ലഡാക്കിൻ്റെ ഒരു സിനാരിയോയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഓൺലി ഫോർ ലഡാക്ക് എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ അവർ ചെയ്യുന്നുള്ളൂ. ലഡാക്കിൻ്റെ പുറത്ത് അഡ്മിഷൻ ഇല്ല. ലഡാക്കിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനവിടെ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഈ സമയത്ത് അവിടുന്ന് ഓസ്ട്രേലിയ, സ്വീഡൻ ഇവിടെ നിന്നൊക്കെ ടീച്ചേഴ്സ് അവിടെ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെയിറ്റ് ചെയ്യണം. കിട്ടിക്കഴിഞ്ഞാൽ ഡെയിലി 500 rupees അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മളവിടെ വോളണ്ടിയർ ടീച്ചിങ് ചെയ്യുക. അപ്പോൾ ഈ ഫിസിക്സിനും ഇംഗ്ലീഷിനൊക്കെ ഇങ്ങനത്തെ വോളണ്ടിയർ ടീച്ചേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ അതല്ലാത്ത അവരുടെ ടീച്ചേഴ്സ് കുറച്ച് കുട്ടികളെ എടുക്കുകയുള്ളൂ. ഒരു 100 അറൗണ്ട് ആവറേജ് 100 കുട്ടികളൊക്കെ ഉള്ളൂ. ഇല്ലല്ലോ, വളരെ നോമിനൽ ഫീ. പിന്നെ അവർ എന്താ വെച്ചാൽ അവിടുന്ന് അവർ കുറേ കൃഷി ചെയ്യുന്നു, കുറേ കുട്ടികൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ പുറത്തൊക്കെ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടൊക്കെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കരിക്കുലത്തിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് ലൈഫിൽ എന്തൊക്കെ കിട്ടണം അതാണ് അവർ ലിസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട്. ഇപ്പോൾ അതും ലഡാക്കിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ഒരു സിനാരിയോയിൽ കിട്ടേണ്ടതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ, അതാണ് ഈ കുട്ടിക്ക് കിട്ടേണ്ടത്. അഗ്രികൾച്ചർ, ഇങ്ങനെ ഓരോ സാധനം. അപ്പോൾ അഗ്രികൾച്ചർ എന്നുള്ള ആണ് കരിക്കുലത്തിലെ ഒരു മെയിൻ സാധനം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ മാത്സിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, സയൻസിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, ഇംഗ്ലീഷിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം. അതിന് സബ്ജക്റ്റ് ഇങ്ങനെയാണ്, മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് എന്നല്ല, അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, ബിസിനസ്, ഇങ്ങനെയാണ് സബ്ജക്റ്റ്. എന്നിട്ട് ഈ കൺസ്ട്രക്ഷൻ പഠിക്കാൻ അപ്പോൾ എന്തൊക്കെ വേണം, അപ്പോൾ അതിൽ ചിലപ്പോൾ ട്രിഗ്നോമെട്രി വരും, ഇത് വരും, എല്ലാം അതിൽ വരും. അങ്ങനെയാണ് അവരൊരു കരിക്കുലം തന്നെ പോകുന്നത്, ഫോളോ ചെയ്യുന്നത്. ഇതുപോലെ വേറെ ഏതെങ്കിലും സ്കൂൾസ് എടുത്ത് പറയേണ്ടതായിട്ടുണ്ടോ? ഈ കൊടൈക്കനാൽ ഇന്റർനാഷണൽ സ്കൂള് എങ്ങനെയാണ്? അത് വലിയ ആളുകളെ IB കരിക്കുലാണ്. 17 ലക്ഷം അങ്ങനെ എന്തൊക്കെയോ ഫീസ് സ്ട്രക്ചർ വരുന്നുണ്ട്. 15 lakhs ഫീസ് സ്ട്രക്ചർ ഉണ്ട് അവിടെ. പിന്നെ ആ നിലക്കുള്ളൊരു പ്രീമിയം താജിലെ ഷെഫൊക്കെയാണ് അവിടെ പിന്നെ മെസ്സിലുള്ളത്. വൈഡ് വെറൈറ്റി ഐറ്റംസ് ആണ് എല്ലാ ദിവസവും. അങ്ങനെ ഉള്ളൊരു, പിന്നെ ഭയങ്കര ലിബറൽ ക്യാമ്പസാണ്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അപ്പോൾ അവർ പോകും, അപ്പോൾ അവർ ബ്രേക്കപ്പ് ആയി ഡാമേജ് ആയിട്ട് വരും, അപ്പോൾ നമ്മൾ കൗൺസിൽ ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റമാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഒരു എഡ്യൂക്കേഷൻ വാല്യൂസ് സംഭവങ്ങൾ ആ ഒരു റൂട്ടല്ല, വാല്യൂസും അങ്ങനെ തന്നെ ഒരു സാധനമാണ് ഇതൊക്കെ. പിന്നെ CFL, ബാംഗ്ലൂർ CFL ഉണ്ട്, സെൻറ്റർ ഫോർ ലേണിംഗ്. അതും വളരെ ഹൈ ലെവൽ ഓഫ് വാല്യൂലാണ് അവർ പോകുന്നത്. ഇവരൊന്നും എന്താ വെച്ചാൽ
എക്സാം ഫോക്കസ്ഡ് അല്ല. എന്തിലാണോ ഈ കുട്ടി എക്സൽ ചെയ്യുക അത് അവന് കിട്ടും. അത്രേ ഉള്ളൂ. അത് ഒരു പാരന്റിനോടും ക്ലിയർ ആയിട്ട് ആ രൂപത്തിലായിരിക്കും അവിടുത്തെ പാരന്റൽ എക്സ്പെക്ടേഷൻ. അത് പാരന്റ്സ് അങ്ങനെ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കൊടുക്കുള്ളൂ. CFL എപ്പോഴും ഒരു 75 ആണ് ടോട്ടൽ സ്ട്രെങ്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ക്യാമ്പസ് ഭയങ്കര 10-20 ഏക്കർ ഉണ്ട്, പക്ഷെ 75 കുട്ടികളെ ഉണ്ടാവുള്ളൂ. അത്രേ അവർ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഓക്കെ. പിന്നെ പക്ഷെ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയില്ല സാരംഗ്, നമ്മളെ പിന്നെ വിജയലക്ഷ്മി ഗോപാലകൃഷ്ണൻ അട്ടപ്പാടിയിൽ ഉള്ളിൽ കേട്ടിട്ടില്ലേ സാരംഗ്? സാരംഗൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാമിന് എത്രത്തോളം അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും, കാരണം ഇന്ത്യൻ്റെ ഒരു സിനാരിയോയിൽ അത് മാറ്റലൊക്കെ ഭയങ്കര പ്രയാസമാണ്. അതിനോട് കലഹിച്ചു കൊണ്ട് പുറത്തു പോയ ആളാണ് ഇപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ, വിജയലക്ഷ്മി. അവർ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകരായിരുന്നു. അവർ പോയി അട്ടപ്പാടിയിൽ കാട്ടിൽ അവർ ഈ ടൈപ്പ് ഒരു സ്കൂൾ തുടങ്ങുന്നു, സിസ്റ്റത്തിന് പുറത്തുള്ള അവരെ മക്കളെ വളർത്തുന്നു. 10-30 കുട്ടികളുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 2-3 തലമുറ കഴിഞ്ഞു കൊണ്ട് 80s ആയിരിക്കും അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാരംഗ് ഇപ്പം ഉണ്ട്. ഇപ്പോൾ സാരംഗിനെ കഴിഞ്ഞ വർഷം കൂടി ഞാൻ പോയി വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സാരംഗിൻ്റെ കുട്ടികൾ ഇപ്പോൾ അതേപോലെ ഒരു ഹോം സ്കൂളിങ് ഇതിലാണ് ഉള്ളത്. അപ്പോൾ സാരംഗ് ഭയങ്കര ടാലൻറ്റഡ് ആണ്, കുട്ടികളും ടാലൻറ്റഡ് ആണ്. പക്ഷേ അവർക്കൊന്നും ഒരു റെക്കഗ്നൈസ് ചെയ്യപ്പെടാൻ അങ്ങനെ ഉണ്ടല്ലോ കഴിയണില്ല, സ്കെയിലപ്പോ ഇതൊന്നും. കാരണം സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോയാൽ പ്രശ്നം. ഒരുപാട് പ്രയാസം എന്ന് ചിലപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പരീക്ഷകൾ കുവൈറ്റ്, നീറ്റ്, ഇതിലൊന്നും എഴുതാൻ കഴിയൂല. നമ്മൾ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ മാക്സിമൈസ് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഒക്കെ സോൾ എടുത്തിട്ട് അതിൻ്റെ പ്രാക്ടീസുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് അത് മിസ്സാവാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള നല്ല R&D വർക്ക് ചെയ്താലാണ് യഥാർത്ഥത്തിൽ സ്കൂളുകൾ നമുക്കൊരു ബെറ്റർ പ്ലേസ് ആക്കാൻ കഴിയും. പ്രശ്നം ഇപ്പോൾ 8 മുതൽ +2 വരെയാണുള്ളത്. അതിൽ സ്റ്റേറ്റ് സിലബസ് ആലോചിച്ച് 10ഉം +1 +2 3 കൊല്ലം അടുപ്പിച്ച് കൂട്ടി ബോർഡ് എക്സാം. അതിൻ്റെ ഒരു പ്രഷർ എത്രത്തോളം ഉണ്ടാവും. ഇനിയിപ്പോൾ പുതിയത് വരുമ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഇനി CBSEയിൽ +1 ബോർഡ് ഇല്ലെങ്കിലും +2 ബോർഡ് അത്രയും ടൈറ്റാണ്. അപ്പോൾ ആ രൂപത്തിൽ മക്കൾ പഠിക്കണം. അപ്പോൾ പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നവരാണെങ്കിൽ വേറെ തന്നെ സ്റ്റോറിയാണ്, അത് വേറെ തന്നെയാണ്. അത് അതിൽ താല്പര്യമുള്ളവർ പോകുമ്പോൾ അവർക്ക് ഓക്കെയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മളെ കോർ ബാച്ച് ഇപ്പോൾ എൻട്രൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഹൈലി ഫോക്കസ്ഡ് കുട്ടികൾക്ക് നമ്മളെക്കുറിച്ച് ഏറ്റവും നല്ല ഫീഡ്ബാക്ക് ഉള്ളവരാണ്. കാരണം അവർ ആ രൂപത്തിൽ ഫോക്കസ്ഡ് ആണ്, അവർക്കൊരു പ്രശ്നമേ ഇല്ല. പക്ഷെ നേരെ മറിച്ച് അങ്ങനെ അല്ലാത്തൊരു കുട്ടി രൂപത്തിൽ വന്നാൽ അത്രയും ഈ പറഞ്ഞ പോലെ ആത്മഹത്യയിലേക്ക് വരെ എത്തേണ്ടി വരും. കാരണം അത്രയും ട്രാജിക്കാണ്. സുപ്രീം കോടതി പറഞ്ഞല്ലോ, ഈ പിന്നെ കഴിഞ്ഞ വർഷം കോട്ടയിൽ ഇത് കൂടിയപ്പോൾ മുംബൈയിൽ നിന്നൊരു ഡോക്ടർ പൊതുതാൽപര്യ ഹർജി കൊടുത്തു. ഈ കോച്ചിങ് സെൻ്ററുകളിൽ റെഗുലേഷൻ കൊണ്ടുവരുന്ന ആത്മഹത്യ കൂടുന്നുണ്ടെന്ന്. സുപ്രീം കോടതി അതിൽ കമൻറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ പ്രശ്നം കോച്ചിങ് സെൻ്ററിൻ്റെ അല്ല, അവരവരെ പണിയാണ് എടുക്കുന്നത്. പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ കുറക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞു. വെറുതെ നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ തന്നെ അതിനൊരു ഡോക്ടറായിട്ട് ഇങ്ങനെ കാണുകയാണ്. പിന്നെ ചില പോസിബിലിറ്റീസിൻ്റെ ഒരു സാധ്യതക്കുറവും ചില സമയം. ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത് ഈ 3 എക്സാമാണ്. വേറെ ഗേറ്റ് വേസ് ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ അവസാനമായിട്ട് സാറ് എനിക്ക് ചോദിക്കാനുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഞാൻ സാറിനോട് സംസാരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ എൻ്റെ കോച്ച് നാസർ സാറും അതുപോലെ എന്നോട് പറഞ്ഞ ഒരു ക്വാളിറ്റി സാറിൻ്റെ ഒരുപാട് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ പുറമെ ഇപ്പോൾ ഞാൻ സ്കെയിലപ്പ് എന്ന് പറയുന്ന ഒരു ബുക്ക് വായിക്കുന്നുണ്ട്. എൻ്റെ സാറ് പറഞ്ഞിട്ടുള്ള സ്കെയിലപ്പിലും ഫോക്കസ് ചെയ്യുന്ന ഒരേ ഒരു പോയിൻ്റ് റീഡിങ് ഹാബിറ്റ് ഉണ്ടാവുന്നത്. അപ്പം നമ്മളൊരിക്കലും വിശ്വസിക്കാത്ത ഇപ്പോൾ ജെഫ് ബസേഴ്സ് പോലെയുള്ള മാർക്ക് സക്കർബർഗ് ഇവരൊക്കെ ഡെയിലി 2 hours-ഉം 3 hours-ഒക്കെ റീഡിങ്ങിനാണ് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടു. ഞാൻ ഇന്നലെയാണ് അത് കാണുന്നത്. അപ്പോൾ എനിക്കത്ര അത്ഭുതം തോന്നുന്നു. അപ്പോൾ നമ്മളൊക്കെ സാധാരണ എക്സ്ക്യൂസ് എന്താ പറയാറുള്ളത്, തിരക്കല്ലേ സാർ, റീഡ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ അവർ തിരക്ക് റീഡിംഗ് ആണ് കാണുന്നത്, അതിനാണ് അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ സാർ റീഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റീഡിങ് എങ്ങനെയാണ് സാർ അത് ഈ ഒരു ഹാബിറ്റ് സാർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? ഒരു ബെസ്റ്റ് റീഡായിട്ടുള്ള നമ്മൾ റീഡ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ബെസ്റ്റ് സെലക്ട് ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്താൽ ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് അഡ്രസ്സ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. ഒന്ന് എങ്ങനെയാണ് ഈ റീഡിങ് ഹാബിറ്റ് സാർ, അതിനെങ്ങനെയാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ടോ? അപ്പോൾ എക്സസൈസ് സാറിനും ആഗ്രഹമുണ്ടോ, എനിക്കും ആഗ്രഹമുണ്ടോ, എല്ലാവർക്കും ഒരേ ജിമ്മിന് പോയാൽ നല്ലതാണ്. പക്ഷെ
റിയലി വി ഡു ദാറ്റ്. മാത്രമല്ല നമ്മളൊക്കെ റിലീജിയസ് ഫിലോസഫിയിൽ സെലില്ലാൽ ആഫിയ എന്ന ആഫിയത്തിനെ ചോദിക്കണം എന്ന് പ്രവാചകർ പറഞ്ഞായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന റിലീജിയസ് വാല്യൂലൊക്കെ നമുക്കറിയാം. എല്ലാ മുസ്ലിംസിനും ഇതൊക്കെ അറിയാം. പക്ഷേ റിയലി പീപ്പിൾ ഗോ ഫോർ ദാറ്റ്. വളരെ കുറഞ്ഞ ആളുകളെ ചെയ്യുള്ളൂ. ഇതുപോലെ തന്നെയുള്ള ഒരു ഹാബിറ്റാണ് റീഡിങ്. പക്ഷേ സാർ അതിൽ നിന്ന് വ്യത്യസ്തമായി അത് ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതെങ്ങനെ സാറ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് എനിക്കും മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട്. കുറച്ച് പുളിയായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മടിച്ചു നിന്നാൽ നമുക്ക് കിട്ടേണ്ട ഒരുപാട് ഇൻപുട്ട് കുറയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓപ്പൺ ആയിട്ട് തന്നെ സാർ അത് പറയണം. വിഷയത്തോടുള്ളൊരു ക്യൂരിയോസിറ്റിയാണ്. ഞാൻ അങ്ങനെ ചെറുപ്പത്തിൽ ഭയങ്കര വായിക്കണ സീരിയസ് വായനയുള്ള ഒരാളൊന്നല്ല. പക്ഷേ ഈ വിഷയത്തോടുള്ള ക്യൂരിയോസിറ്റിയാണ് വായന തുടങ്ങിയത്. അപ്പോൾ വായന തുടങ്ങി പിന്നെ നമ്മളിങ്ങനെ ഞാൻ അതിലൊരു ഇത് വെച്ചെന്താ വെച്ചാൽ സുബീസ്കരിച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഇനീഷ്യലി വായിച്ചിരുന്ന പുസ്തകങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മുസ്ലിം ലീഗ് സാഹിത്യങ്ങളാണ് വായിച്ചിരുന്നത്. കാരണം അതിമേലാണ് ഫസ്റ്റ് ഒരു ഉമ്മത്ത് സമുദായം എന്നുള്ളൊരു ഇൻട്രസ്റ്റിലാണ് പുസ്തകം വായിക്കാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ ഫസ്റ്റ് എനിക്ക് ഒരു ഇയാമ സാഹിബിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഞാനറിഞ്ഞ നേതാക്കൾ എന്നുള്ള. അതിൽ CH സീതി സാഹിബ്, ഷിയാബദങ്ങൾ ഇവരെ പറ്റുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് വായിച്ചിട്ടാണ് ഇങ്ങനെ ഉമ്മത്തിനോടുള്ള ഒരു ഇത് വന്നത്. അപ്പോൾ അതിലൂടെ കുറേ പുസ്തകങ്ങൾ വായിച്ച് അപ്പോൾ രാവിലെ എന്തായാലും എന്ത് ചെയ്യും വായിക്കായിരിക്കും. അപ്പോൾ അത് പിന്നെ ശീലമായി എന്ന് വെച്ചാൽ ഞാൻ അതിൽ ഫോളോ ചെയ്തൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണ ഖുർആൻ ഖത്തം തീർക്കുമ്പോൾ പറയലുണ്ട് ലാസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ ഫാത്തിഹ ഓതിയിട്ടേ നിർത്താൻ പാടുള്ളൂ. അപ്പോൾ അതേപോലെ ഒരു ചെയിനായിട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു സംഗതി ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ ഞാൻ പുസ്തകം വാങ്ങുമ്പോൾ ഒരു 4-5 എണ്ണമൊക്കെ വാങ്ങും. അപ്പോൾ ഒന്ന് തീർന്നാൽ അടുത്ത ബുക്ക് തുടങ്ങിയിട്ടേ വായന നിർത്തുള്ളൂ. ഒരു ബുക്ക് തീർന്നു, ഇപ്പോൾ ഇന്ന് തീർന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ അടുത്ത ബുക്കിൻ്റെ ഒരു ഫസ്റ്റ് പേജെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അത് ഇതുവരെ മുടക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ചെയിനായിട്ട് തന്നെ പോകും. ഒരു യാത്രയിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ബുക്ക് തീരാനായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ബുക്കും കൂടി എക്സ്ട്രാ എടുക്കും. കാരണം ഇത് തീർന്ന ആ യാത്രയിൽ തന്നെ അടുത്ത് തുടങ്ങി വെച്ചിട്ട് എന്തേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് വായിക്കാതെ 2 ദിവസം ഇരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ശീലമായി. അത് ശരിക്കും ഒരു ലഹരിൻ്റെ ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ. അതിലേക്കാണ് ഇറങ്ങി കഴിഞ്ഞാൽ ഈവൻ ഇപ്പോൾ ഇടയ്ക്ക് നടക്കാൻ പോകും. നമ്മളൊക്കെ എക്സസൈസ് നമുക്ക് നടക്കാൻ പോകും. സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം നടക്കാൻ പോയാലും എനിക്ക് തോന്നും ഈ നടക്കണ നേരം കൂടി അതായിരുന്നു മുതലാകുക എന്നുള്ളത് തോന്നും. അങ്ങനെ വരെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ എന്ത് ചെയ്യും അങ്ങനെ വായിച്ച് പിന്നെ ചില വായന നമ്മൾ ഹരം പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ മാറ്റി വെക്കുന്ന രൂപത്തിലേക്ക് വായിക്കും. അപ്പം അതുകൊണ്ട് വായനയിലേക്ക് എന്ന രൂപത്തിൽ തന്നെയാണല്ലോ നല്ല വായന. ഒരു സാധാരണ ഒരു നോർമൽ ലെവലിൽ കൂടുതൽ വായിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നില്ല. നമ്മളെ പേഴ്സണൽ ലൈബ്രറി ഒരു ആൻറ്റി ലൈബ്രറി ആകണമെന്നാണ് പറയാറ്. ഈ പിന്നെ ഉംബോട്ടോ എക്കോ പറഞ്ഞ ഒരു ഫ്രഞ്ച് സാഹിത്യകാരുണ്ട്. മൂപ്പരെ കോട്ട് ചെയ്തിട്ട് പറയുന്ന ഒരു സാധനം. മൂപ്പർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ പേഴ്സണൽ ലൈബ്രറി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ പേഴ്സണൽ ലൈബ്രറി ആൻറ്റി ലൈബ്രറി എന്ന് വെച്ചാൽ നമ്മളെ ലൈബ്രറിയിൽ നമ്മൾ വായിച്ചതും വായിക്കാത്തതുമായ പുസ്തകങ്ങൾ ഉണ്ടാവണം. അപ്പോൾ എപ്പോൾ ഒരു വിഷയം വന്നാലും അതിന് ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം വായിക്കാൻ പറ്റണം. അതായത് ഒരു ഫാർമസിയിൽ പോയ പോലെ ഒരു ഫാർമസി പോലെ ആകണമെന്നാണ്. എന്താണോ നമുക്കുള്ള ഒരു അസുഖം അതിനുള്ള മരുന്ന് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. സുലൈം സാറ് നമ്മളെ എഡ്യൂക്കേഷൻ R&D ഹെഡ് സുലൈം സാറ് അവിടെ വന്നിരുന്നല്ലോ വൈസ് ക്യാമ്പസിൽ. അപ്പോൾ സുലൈം സാറ് പറഞ്ഞിരുന്നു ഞാൻ പോലും അവർ എഡ്യൂക്കേഷനിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഞാൻ കാണാത്ത ഒരുപാട് എഡ്യൂക്കേഷൻ ഫിലോസഫിൻ്റെ പുസ്തകങ്ങൾ നിങ്ങളെ ലൈബ്രറിയിൽ ഉണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഞാൻ പിന്നെ സാറോട് ബുക്സിൻ്റെ ലിസ്റ്റൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ ഏതൊക്കെ പുസ്തകമാണ് നിർബന്ധമായിട്ടും ഒരു സ്കൂൾ ലീഡർ വായിച്ചിരിക്കേണ്ടത് എന്നൊന്ന് പറയാമോ? ഞാൻ വായിച്ചതിൽ എനിക്ക് സ്കൂൾ ലീഡേഴ്സിന് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയ 1-2 പുസ്തകം. അപ്പോൾ ഓതേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടോണി വാഗ്നർ, ഗ്രാൻഡ് ലിച്ച്മാൻ, ഇപ്പോൾ ഇവരൊക്കെ പുസ്തകങ്ങളുണ്ട്. എന്നൊക്കെ പിന്നെ ലീഡേഴ്സ് നിർബന്ധമായിട്ട് പറഞ്ഞു. കാരണം നമ്മളിപ്പോഴും ഒരു ഇന്ത്യൻ സിനാരിയോയിൽ മാത്രം നിൽക്കുമ്പോൾ പുറത്ത് കുറേ ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്. ഈ ബെസ്റ്റ് പ്രാക്ടീസസ് അധികം ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് ചെയ്യുക. അതിൽ നല്ല നല്ല സാധനങ്ങൾ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് അതിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ പലതും ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രാൻഡ് ലിച്ച്മാൻ്റെ എഡ് ജേണി എന്ന് പറഞ്ഞ പുസ്തകം ആൾ ശരിക്ക് ഒരു പുതിയ കാലത്ത് ഒരു 21st സെഞ്ച്വറി സ്കൂൾ ലീഡർ എങ്ങനെ ആകണമെന്നും പിന്നെ അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസസ് നടക്കുന്ന സ്കൂളുകൾ വിസിറ്റ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യണമെങ്കിൽ ഒരു പുസ്തകമാണ്. നല്ല രസമുള്ള പുസ്തകം. അതേപോലെ ഇപ്പോൾ ടോണി വാഗ്നറെ ഗ്ലോബൽ അച്ചീവ്മെൻറ്റ് ഗ്യാപ്പ്
ആള് ശരിക്കും ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇൻസൈറ്റ് തരുന്ന സാധനം. അത് ആൾ ആദ്യം പോകുന്നത് US കോർപ്പറേറ്റ്സിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ HR ഡയറക്ടേഴ്സ് ഇവരോട് പോയിട്ട് ഇദ്ദേഹം ചോദിക്കണം, നിങ്ങൾ എടുക്കാൻ പോകുന്ന എംപ്ലോയിക്ക് എന്തൊക്കെ സ്കില്ല് വേണം. ഇത് ഒരുപാട് കമ്പനീസിന് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അദ്ദേഹം ഈ ലിസ്റ്റും കൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. ആൾ നോക്കണം എന്താ വെച്ചാൽ ഈ സ്കില്ല് സ്കൂളിൽ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ. ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ എവിടെയും കിട്ടുന്നില്ല. ഈ ഗ്യാപ്പിന് അദ്ദേഹം വിളിച്ച പേരാണ് ഗ്ലോബൽ അച്ചീവ്മെൻറ്റ് ഗ്യാപ്പ്. എന്നിട്ട് അദ്ദേഹം പിന്നെ ചില ബെസ്റ്റ് പ്രാക്ടീസസ് നടക്കുന്ന സ്കൂളുകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സ്കില്ല് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു എഡ്യൂക്കേറ്റർ നമുക്ക് നിർബന്ധമായിട്ട് വായിച്ചാൽ ഒരുപാട് ഇൻസൈറ്റ് കിട്ടുന്ന പുസ്തകങ്ങളാണ്. വേറെ 2-3 പുസ്തകം കൂടി 2 ആയത്. പിന്നെ ഇപ്പോൾ ടോണി വാഗ്നർ തന്നെ ക്രിയേറ്റീവ് ഇന്നോവേറ്റേഴ്സ് ഉണ്ട്. പിന്നെ കെൻ റോബിൻസൻ്റെ ഫൈൻഡ് യുവർ എലിമെൻറ്റ് നല്ലത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുട്ടി വാട്ട് യു ആർ ഗുഡ് അറ്റ്, അതായത് ആൻഡ് വാട്ട് യു ലവ്. വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്നുള്ളത് കുട്ടീൻ്റെ ടാലൻ്റാണ്. വാട്ട് യു ലവ് എന്നുള്ളത് പാഷനാണ്. ഇതിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ, നമ്മൾ ഇക്കിഗായിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് അത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളൊരു സാധനമാണ്. പിന്നെ ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ്, പിന്നെ കരിക്കുലം ബേസ് ചെയ്തിപ്പോൾ ഇറങ്ങിയ ജൂലി സ്റ്റേൺ കരിക്കുലത്തിൽ വളരെ നല്ലൊരു എക്സലൻ്റ് ആയ ഒരു ലേഡിയാണ്. അവരെ ലേണിംഗ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് കോവിഡിൽ ഇറങ്ങിയ ഏറ്റവും നല്ലൊരു കരിക്കുലം കൊണ്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു കരിക്കുലം ഉണ്ട്. അവർ അക്വർ കണക്ട് ട്രാൻസ്ഫർ എന്നാണ് അവർ പറയുന്ന ഈ കരിക്കുലത്തിൻ്റെ ഒരു തീം. ഈ ലേണിംഗ് ദാറ്റ് ഒരു ട്രാൻസ്ഫർ ലേണിംഗ് അവർ പരിചയപ്പെടുന്നത് വെച്ചാൽ കുട്ടി ക്ലാസ് റൂമിൽ ഒരു സാധനം പഠിക്കുന്നു, പക്ഷേ അതിനെ ജീവിതത്തിലെ മറ്റൊരു സിറ്റുവേഷനിൽ അവന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ സക്സസ് ആയെന്ന് പറയാം. അതിനെയാണ് അവർ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. അതായത് അക്യൂർ ചെയ്യുന്നു, പിന്നെ ഇതിനെ ഡോട്ട് കണക്ട് ചെയ്യുന്നു, എന്നിട്ട് കുട്ടി ഒരു നോവൽ സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഇതിനെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. അതിനുള്ള ഫൈനൽ ലെവലിലേക്ക് എത്തുന്നതിൻ്റെ ആ ഒരു സാധനമാണ്. അത് നല്ലൊരു അതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ലേണിംഗ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് എന്നുള്ള നല്ല പുസ്തകം. ഏതായാലും സന്തോഷം. നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആളുകൾക്ക് ഒരുപാട് ഈ ടേക്ക് അവേസ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും സാറ് ടോക്കിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ്. ഏതായാലും ഇത്രയും നേരം ഈ ഞങ്ങളെ ശ്രവിച്ചത് നിങ്ങൾക്കൊരിക്കലും ഒരു വേസ്റ്റായി പോയിട്ടുണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമീർ സാറുടെ ഒരു ഡെപ്ത് ഓഫ് നോളജ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടാകും. ഈ ഒരു ടോക്കിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരുപാട് കീ ടേക്ക് അവേസ് ഉണ്ടാകും. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. അത് നമുക്കനുസരിച്ച് നമ്മുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ ഇതിൽ നിന്നും കിട്ടിയ കീ ടേക്ക് അവേസ് ഓരോന്നും ഡോക്യുമെൻ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ സ്ഥാപനങ്ങൾ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അമീർ സാറിനോട് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്.